Welcome to MAPRA YouTube News. മെസ്സി മാർച്ചിൽ കേരളത്തിൽ കളിക്കും, കായികമന്ത്രിയുടെ ഉറപ്പ്. വിവാദങ്ങളും ചോദ്യങ്ങളും ഉയരുന്നു. ലോക ഫുട്ബോൾ താരം ലയണൽ മെസ്സിയും അർജന്റീന ദേശീയ ടീമും മാർച്ചിൽ കേരളത്തിലെത്തുമെന്ന അവകാശവാദവുമായി കായികമന്ത്രി വി. അബ്ദുറഹ്മാൻ വീണ്ടും രംഗത്ത്. 2 ദിവസം മുമ്പ് അർജന്റീന ഫുട്ബോൾ ടീമിന്റെ മെയിൽ ലഭിച്ചതായും മാർച്ചിൽ കേരളത്തിൽ വരുമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. നവംബറിൽ നടക്കേണ്ടിയിരുന്ന മത്സരം സ്റ്റേഡിയത്തിലെ അസൗകര്യം കാരണമാണ് തടസ്സപ്പെട്ടതെന്നും മന്ത്രി വിശദീകരിച്ചു. ഒരു വിവാദ വിഷയമല്ലെങ്കിൽ കൂടി കായിക പ്രേമികൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നൊരു സദസ്സായ കൊണ്ടൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനാവശ്യമായുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ടാകും. നമ്മൾ ഉദ്ദേശിച്ച് നമ്മുടെ കൊച്ചിൻ സ്റ്റേഡിയത്തിൽ ഇത് കൃത്യമായി നടത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്തതെങ്കിലും നമുക്ക് അതിലുള്ള ചില അസൗകര്യങ്ങൾ നമുക്ക് സമയത്തിന് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ ഇതിൽ നമ്മുടെ പൊതുസമൂഹവും കായിക പ്രേമികളും പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികളൊക്കെ തന്നെ അറിയേണ്ടത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തർക്കത്തിനുള്ള വേദിയായിട്ടല്ല ഞങ്ങൾ കണ്ടത്. ഇവിടെ ഇത് കൊണ്ടുവരിക എന്നുള്ളൊരു എഫേർട്ട് ചെറുതൊന്നുമല്ല. ഇത്തരത്തിൽ ഇപ്പൊ അങ്കോളയിൽ വലിയൊരു കലാപം നടക്കുന്നുണ്ട്. അതിലെ ഒരു വിഷയം അവിടെ പെട്രോളിന് വില വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ടാണ് അവിടെ സമരം ആരംഭിച്ചതെങ്കിലും അർജന്റീന ഫുട്ബോൾ ടീമിന് സർക്കാർ പണം കൊടുത്തു അവിടെ കളിപ്പിക്കുന്നു എന്നതാണ് ആ കലാപത്തിലേക്ക് അത് നീങ്ങിയത് അവിടെ. പക്ഷെ ഇവിടെ നമ്മുടെ ഗവൺമെന്റ് പണം ചെല്ല നമ്മൾ പുറത്തുള്ള സ്പോൺസേഴ്സിനെ വെച്ച് നമ്മുടെ നാട്ടിൽ ഈയൊരു പാരമ്പര്യം കായിക വകുപ്പിന്റെ അല്ലെങ്കിൽ ഫുട്ബോളിന്റെ പാരമ്പര്യമുള്ള ഒരു നാട് എന്നുള്ള നിലയിൽ ഇപ്പൊ മലപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കുകയും ഏതെങ്കിലും ആളുകളുടെ കുറവായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഓവർസ്മാർട്ടായിട്ടോ ഇങ്ങനെയൊന്നും അതിനെ കാണേണ്ട ഒരാവശ്യവുമില്ല. ഒരു ഡേറ്റിൽ ഒരു വിൻഡോയിൽ വരുന്നൊരു മാറ്റം എന്നുള്ള ലോകത്തുള്ള എല്ലാ ടീമുകളും പരസ്പരം കളിക്കുമ്പോൾ മാറ്റങ്ങളുണ്ടാവും. അതിൽ ഒരു സെൽഫ് ഗോളോ അല്ല പെനാൽറ്റിയോ അല്ലെങ്കിൽ ജയമോ പരാജയമോ ഇതൊന്നുമില്ല. സ്പോർട്സ് ആകുമ്പോൾ സെൽഫ് ഗോൾ ഉണ്ടാവും, പെനാൽറ്റി ഉണ്ടാവും, ഗോൾ ഉണ്ടാവും. ഇതെല്ലാം ഇതിൽ പറഞ്ഞ അതാണ് ഫുട്ബോൾ കളിയുടെ ഒരു പ്രത്യേകത. അപ്പം അതിനെ പൊതുസമൂഹം ആ രീതിയിൽ തന്നെ എടുക്കണം. നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. കേരളം എന്നുള്ളൊരു കൊച്ചു സംസ്ഥാനം ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട് സ്പോൺസറുടെ നമ്മൾ കൊണ്ടുവരുന്നു, അതിന് ശ്രമിക്കുന്നു. അതിന് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണല്ലോ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നുള്ളത്. വിവാദങ്ങൾ കത്തിപ്പടരുന്നു. സർക്കാരിന് മറുപടി പറയേണ്ട ചോദ്യങ്ങൾ. മന്ത്രിയുടെ പുതിയ പ്രഖ്യാപനം ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ ആവേശം നിറയ്ക്കുമ്പോഴും നവംബറിലെ മത്സരം റദ്ദായതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. സ്റ്റേഡിയം നവീകരണം. ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ നവീകരണത്തിനെന്ന പേരിൽ കൊച്ചിയിലെ സ്റ്റേഡിയം പൊളിച്ചിട്ടതെന്തിനാണ്? സ്റ്റേഡിയം പഴയപടി എപ്പോഴാകും? കരാർ വ്യവസ്ഥകൾ. അർജന്റീനയുടെ മത്സരം സംബന്ധിച്ച കരാർ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ഈ വിഷയത്തിൽ സർക്കാർ സുതാര്യത പാലിക്കുന്നുണ്ടോ? സ്പോൺസർ വിവാദം. കളങ്കിതരുമായി കൂട്ടുകൂടില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ച സർക്കാർ തന്നെയാണ് മുട്ടിൽ മരമുറിക്കേസിലെ പ്രതികളെ സ്പോൺസർമാരായി കണ്ടെത്തിയതെന്ന ആരോപണം ശക്തമാണ്. സ്പോൺസറെ കണ്ടെത്തിയതിലെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? മെസ്സിയുടെ വരവിനെക്കുറിച്ചുള്ള മന്ത്രിയുടെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിനുള്ള ശ്രമമാണോ എന്നും ചില കോണുകളിൽ നിന്ന് വിമർശനമുയരുന്നുണ്ട്. നവംബറിലെ വാഗ്ദാനം പാഴായ സാഹചര്യത്തിൽ മാർച്ച് മാസത്തെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുമോ എന്ന ആകാംക്ഷയിലാണ് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ. Thank you.